girls. Next we can see what are the features of scientific management. Okay, so the features of scientific അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് നോക്കാം. To put the philosophy of scientific management into practice, Taylor and his associate suggested some techniques. Okay, under that first one is separation of planning and doing. അതായത് ടൈലർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് ദ ടാസ്ക് ഓഫ് പ്ലാനിങ് ദ വർക്ക് ഷുഡ് നോട്ട് ബി എൻട്രസ്റ്റഡ് ടു ദ വർക്കർ. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ആരാണ്? ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ ദി സൂപ്പർവൈസർ ആൻഡ് ദ വർക്കേഴ്സ് ആർ എൻട്രസ്റ്റഡ് വിത്ത് ദ ഡൂയിങ് ഫങ്ഷൻ. അതായത് എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടതും വർക്ക് ചെയ്യേണ്ടതും രണ്ടും രണ്ടുപേരായിരിക്കണം. അതായത് പ്ലാൻ ചെയ്യേണ്ട ആളുകൾ ടോപ്പ് ലെവലിലിരിക്കുന്ന ആളുകളായിരിക്കണം. അതേസമയം ഡൂയിങ് അതായത് വർക്ക് ചെയ്യേണ്ടത് ആരാണ്? ഇറ്റ് ഈസ് ഡൺ ബൈ ദി വർക്കേഴ്സ്. ഹി മസ്റ്റ് ഡു വാട്ട് ഹീ ഈസ് ആസ്ക്ഡ് ടു ഡു. ദസ് ദർ ഇസ് ക്ലിയർ കട്ട് ഡിവിഷൻ ഓഫ് ലേബർ. മനസ്സിലായല്ലോ? അതാണ് സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സെറ്റ് ദ സ്റ്റാൻഡേർഡ് ടാസ്ക് വിച്ച് ആൻ ആവറേജ് വർക്കർ ഷുഡ് ഡു ഡ്യൂറിങ് എ വർക്കിംഗ് ഡേ ഓൾസോ. മനസ്സിലായോ? അതാണ് ഫസ്റ്റത്തത്, സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഇസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പറയുന്നത് he advocated functional foremanship to supervise the workers. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അണ്ടർ ദിസ് സിസ്റ്റം 8 persons are appointed to supervise the workers. ആരൊക്കെയാണ് ഇതിൽ? ഔട്ട് ഓഫ് 8 4 of them are entrusted with the task of planning the work. അതായത് പ്ലാൻ ചെയ്യുന്നത് ആരൊക്കെയാണ്? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, time and cost clerk and disciplinarian. And the next 4 persons are entrusted with the operational work. ഓപ്പറേഷണൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, അതേമാതിരി മെയിൻ്റെനൻസ് ഫോർമാൻ ആൻഡ് ഗാങ് ബോസ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം വർക്ക് പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പറയുന്നത്. മനസ്സിലായോ എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഫങ്ഷൻ. അതായത് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഷോപ്പ് ഫ്ലോർ. സോ അണ്ടർ ഫാക്ടറി മാനേജർ ദർ വാസ് പ്ലാനിങ് ഇൻ ചാർജ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻ ചാർജ്. ഇനി അണ്ടർ പ്ലാനിങ് ഇൻ ചാർജ് ദർ ആർ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനേറിയൻ. ആൻഡ് അണ്ടർ പ്രൊഡക്ഷൻ ഇൻ ചാർജ് ആരൊക്കെയാണെന്നാണ് പറയുന്നത്? സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ എക്സെട്ര. ഫോർമാൻ ഷുഡ് ഹാവ് ക്വാളിറ്റീസ് ഓഫ് ഇൻ്റലിജൻസ്, honesty, good health, etc. As these are all qualities cannot be seen in one person. They were given post depending upon his or her capabilities എന്നാണ് പറയുന്നത്. അപ്പം മനസ്സിലായോ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്നുള്ളത്? അതായത് രണ്ടായിട്ട് തരംതിരിക്കുന്നു, പ്ലാനിങ് ഇൻചാർജായിട്ടും പ്രൊഡക്ഷൻ ഇൻചാർജായിട്ടും. ടോട്ടൽ 8 persons. അതിൽ പ്ലാനിങ് ഇൻചാർജിൽ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതേമാതിരി പ്രൊഡക്ഷൻ ഇൻചാർജ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി. അതായത് ദിസ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ടൈലറിസം. അദ്ദേഹം പറഞ്ഞത് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് വർക്ക് ഇസ് ഡൺ. വെറുതെ അങ്ങോട്ട് പഠിച്ചാൽ പോരാ. ഒരു വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ പഠിച്ചിട്ട് വേണം അതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് മെയ്ഡ് പോസിബിൾ ബൈ വാട്ട് വി കോൾ ടൈം മോഷൻ ഫെറ്റിക് സ്റ്റഡീസ്. അതായത് ഇവിടെ 4 സ്റ്റഡീസാണ് കാര്യമായിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് മെത്തേഡ് സ്റ്റഡി. അതായത് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടില്ല. മെത്തേഡ് സ്റ്റഡീൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് വേ ടു ഡു ദ ജോബ്. ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതാണ് മെത്തേഡ് സ്റ്റഡിയിൽ പറയുന്നത്. അപ്പോൾ റൈറ്റ് ഫ്രം പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ടിൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫൈനൽ പ്രോഡക്റ്റ് ഓൾ ആക്ടിവിറ്റീസ് കം അണ്ടർ ദിസ് സ്റ്റഡി. അതായത് മെത്തേഡ് സ്റ്റഡിയിൽ അത് ഓരോന്നും
എത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, വിച്ച് മെത്തേഡ് ഇസ് അപ്ലൈഡ് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. And the objective of whole exercise is to minimize the cost of production and maximize the quality and satisfaction of customer. മനസ്സിലായല്ലോ. അപ്പോൾ സയൻറ്റിഫിക് വർക്ക് സ്റ്റഡിയിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് മെത്തേഡ് സ്റ്റഡി. ദെൻ നെക്സ്റ്റ് വൺ ഇസ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ്. മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ്സ് ലൈക്ക് ലിഫ്റ്റിംഗ്, പുട്ടിംഗ് ഒബ്ജെക്ട്സ് വിച്ച് ആർ അണ്ടർടേക്കൺ വൈൽ ഡൂയിങ് എ ടിപ്പിക്കൽ ജോബ്. Unnecessary movements are sought to be eliminated so that it takes less time to complete the job efficiently. അപ്പോൾ എത്ര കൃത്യമായിട്ട് ഓരോ മൂവ്മെൻറ്റും ഓരോ സാധനങ്ങളും, അപ്പോൾ അൺനെസസറി ആയിട്ട് ഒന്നും മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അങ്ങനെ ടൈം ലാഭിക്കുക. മനസ്സിലായല്ലോ. സോ ഓൺ ക്ലോസ് എക്സാമിനേഷൻ ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് മോഷൻസ് വിച്ച് ആർ പ്രൊഡക്റ്റീവ്, ഇൻസിഡൻഷ്യൽ ആൻഡ് അൺപ്രൊഡക്റ്റീവ്. സോ ഹി യൂസ്ഡ് സ്റ്റോപ്പ് വാച്ചസ് ആൻഡ് ടൈം മെഷറിംഗ് ഡിവൈസസ് ഫോർ ദിസ് പേർപ്പസ്. അപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇതൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ മനസ്സിലായോ എന്താണ് മോഷൻ സ്റ്റഡി എന്നുള്ളത്? ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് എസെൻഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ പാർട്സ് ദാറ്റ് ആർ റിക്വയർഡ് ഇൻ ഡൂയിങ് എ ജോബ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് അൺനെസസറി മൂവ്മെൻറ്റ്സ് ദാറ്റ് കോസ് വേസ്റ്റേജ് ഓഫ് ടൈം, എനർജി ആൻഡ് മണി. പിന്നെ വേറൊരു സയൻറ്റിഫിക് വർക്ക് സ്റ്റഡിയിൽ വന്ന് അദ്ദേഹം പഠിച്ചതാണ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡിയിൽ എന്താ ചെയ്തത്? ഇറ്റ് ഡിറ്റർമിൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. But the objective of time study is to determine the number of workers to be employed and to determine labor cost. അപ്പോൾ it measures the exact time taken for each tiny component of job being done. മനസ്സിലായല്ലോ. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കണം, അതിന് എത്ര ടൈം വേണം എന്നുള്ളത്. സോ ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ ഒപ്റ്റിമം ടൈം ടേക്കൺ ഫോർ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. ദെൻ കംസ് ഫെറ്റീഗ് സ്റ്റഡി. ഫെറ്റീഗ് സ്റ്റഡിയിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എ പേഴ്സൺ ഇസ് ബൗണ്ട് ടു ഫീൽ ടയേർഡ് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇഫ് ഹി ഡസ് നോട്ട് റെസ്റ്റ് വൈൽ വർക്കിംഗ്. കുറേ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്താവും എന്നാണ് പറയുന്നത്? ഹി ബിക്കം ഫെറ്റീഗ്, ക്ഷീണമാവും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ റെസ്റ്റ് ഇൻ്റർവെൽസ് വിൽ ഹെൽപ്പ് വൺ ടു റീഗെയിൻ സ്റ്റാമിന ആൻഡ് വർക്ക് അഗെയിൻ വിത്ത് ദ സെയിം കപ്പാസിറ്റി. അത് ഒരേ പണി തന്നെ തുടർന്നു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താവും എന്നാണ് പറയുന്നത്? ബോറടിക്കുകയും ചെയ്യും, അറ്റ് ദ സെയിം ടൈം ക്ഷീണാവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? റെസ്റ്റ് ഇൻ്റർവെൽസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദിസ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഇറ്റ് സീക്സ് ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. മനസ്സിലായി. അപ്പോൾ ദർ ഇസ് എ മാക്സിമം എമൗണ്ട് ഓഫ് വർക്ക് എ പേഴ്സൺ ഡസ് വിത്തൗട്ട് കൊളാപ്സിങ്. അതായത് ഇത്ര സമയം, 1 മണിക്കൂറാണ്, 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക, പിന്നെ ഒരു റെസ്റ്റ് കൊടുക്കുക, പിന്നെ അങ്ങനെ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക, വി നോ ദാറ്റ് ഫ്രീക്വൻറ്റ് റെസ്റ്റ് ക്യാൻ അവോയ്ഡ് കൊളാപ്സിങ്. സോ ഫെറ്റീഗ് സ്റ്റഡി എയിംസ് അറ്റ് ഇംപ്രൂവിങ് ദ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് എംപ്ലോയീസ് ടു റിഡ്യൂസ് ഫെറ്റീഗ്. ഓക്കെ. അപ്പം ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് മെൻ മാനേജേഴ്സ് യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ആൻഡ് സ്റ്റാൻഡിങ് ഓവർ എ വർക്കർ to measure the time taken for each tiny component of job being done. Okay. അപ്പം having established the time for each motion in the process, it becomes possible to set benchmarks എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി നടത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്? ജോലികളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലുള്ള ഒരു ടെക്നിക്ക് പറയുന്നത്, സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി. Then comes standardization. സ്റ്റാൻഡർഡൈസേഷനിൽ എന്താ പറയുന്നത്? ടൈലർ വാസ് ആൻ ആർഡൻറ്റ് സപ്പോർട്ടർ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത് വെച്ചാൽ അക്കോർഡിംഗ് ടു ഹിം സയൻറ്റിഫിക് മെത്തേഡ് ഷുഡ് ബി യൂസ് ടു അനലൈസ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രിവാലൻറ്റ് അണ്ടർ ദ റൂൾ ഓഫ് തം. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി. ഇറ്റ് ക്യാൻ ബി റോ മെറ്റീരിയൽ, പ്രോഡക്റ്റ്, ടൈം, എക്സെട്ര. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇത്. അതായത് ഈ ദിവസം ഇത്ര റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അപ്പം റോ മെറ്റീരിയൽസിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. 20 ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര രൂപയുടെ റോ മെറ്റീരിയൽ, ഇത്ര രൂപയുടെ ലേബർ, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക്, അതായത് ഇൻസ്റ്റെഡ് ഓഫ് വർക്കേഴ്സ് യൂസിങ് ദെയർ ഓൺ ടൂൾസ്, അതേമാതിരി നൗ ടൂൾസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ്, അതായത് സ്റ്റാൻഡേർഡ്സ് ആർ ഫിക്സ്ഡ് ഫോർ ഇൻപുട്സ് എസ്പെഷ്യലി റോ മെറ്റീരിയൽസ്. ഓക്കെ, then comes scientific selection and training. സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ദ പ്രൊസീജിയർ ഫോർ സെലക്ഷൻ ഓഫ് വർക്കേഴ്സ് ഷുഡ് ബി ഡിസൈൻഡ് സയൻറ്റിഫിക്കലി. ദ എറേഴ്സ് കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് സെലക്ഷൻ മേ പ്രൂവ് ടു ബി വെരി കോസ്റ്റ്ലി ലേറ്റർ ഓൺ. അപ്പോൾ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന സമയത്ത് ആളുകളെ എന്താ പറയുക അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ഷൻ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് വളരെ ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം സ്മൂത്ത് ആവുന്ന പറയുന്നത്. ഓക്കെ, ഇപ്പം ശരിക്കും റൈറ്റ് പേഴ്സൺസ് അല്ല റൈറ്റ് ജോബിന് വെക്കുന്നതെങ്കിൽ ദ എഫിഷ്യൻസി ഓഫ് ദി ഓർഗനൈസേഷൻ വിൽ ബി റെഡ്യൂസ്. ദെർഫോർ എവറി ഓർഗനൈസേഷൻ ഷുഡ് ഫോളോ സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് സെലക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് സെലക്റ്റഡ് വർക്കേഴ്സ് ആർ ടു ബി ട്രെയിൻഡ് ഓൾസോ ടു അവോയ്ഡ് റോങ് മെത്തേഡ്സ് ഓഫ് വർക്ക് മാനേജ്മെൻറ്റ്. സോ അവിടെയും ട്രെയിനിങ്ങിനും എങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക് ട്രെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ദ മാനേജ്മെൻറ്റ് ഹാസ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ഹാവിങ് ബെറ്റർ capabilities. മനസ്സിലായല്ലോ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ കീ ഡിസിഷൻസ് ഫോർ വൈൽ ഹയറിങ് ആൻഡ് ട്രെയിനിങ് വർക്കേഴ്സ്. ഓക്കെ, അപ്പോൾ അവർ സ്വന്തമായിട്ട് ട്രെയിനിങ്ങിനൊക്കെ തോന്നിയ പോലെ പോകുന്നതിന് പകരമായിട്ട് എന്ത് സെറ്റ് ചെയ്യുക, ടൈലർ സജസ്റ്റഡ് സയൻറ്റിഫിക് സെലക്ഷൻ ഓഫ് വർക്കേഴ്സ് ബേസ്ഡ് ഓൺ ദിയർ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത്. സോ സെലക്റ്റഡ് വർക്കേഴ്സ് ഷുഡ് ബി ഗിവൺ ഇൻറ്റൻസീവ് ട്രെയിനിങ് ഓൾസോ. ഓക്കെ, ഇനി വരുന്നതാണ് എന്താണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വേജ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് വർക്കേഴ്സിന് ടൈലർ അഡ്വക്കേറ്റ് ചെയ്തൊരു സിസ്റ്റമാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അതായത് ദ വോളിയൂം ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ എ ഷിഫ്റ്റ് സെറ്റ് വിത്ത് എ ബോണസ് ഫോർ എക്സീഡിങ് ഇറ്റ് ആൻഡ് എ പേ കട്ട് ഫോർ ഫെയിലിംഗ് ടു റീച്ച് ഇറ്റ്. അപ്പോൾ ദർ വാസ് വിസിബിൾ ഗ്യാപ്പ് ബിറ്റ്വീൻ വേജ് പേയ്മെൻറ്റ്സ് ടു എ ഗുഡ് വർക്കർ ആൻഡ് എ പുവർ വർക്കർ. അതായത് ടൈലർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹീ വാണ്ടഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്. അതാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. അതായത് എഫിഷ്യൻ്റായി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നല്ല പേയ്മെൻറ്റ് കൊടുക്കണം. നേരെ മറിച്ച് ഇൻഎഫിഷ്യൻ്റ് ആണ് വർക്കറെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്താൽ മതി, അയാൾക്ക് അത്രയും കുറഞ്ഞ വേജ്. അതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഹി ഇൻട്രൊഡ്യൂസ്ഡ് wage payment for those who performed above standard and for those who performed below standard. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കും, ഇത്ര ഇന്നത്തെ ഓരോ ഡെയിലി നിങ്ങൾ ഇത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഒരു വേജ് സിസ്റ്റം. അതേമാതിരി ബിലോ സ്റ്റാൻഡേർഡാണ് അവരുടെ പ്രൊഡക്ഷനും അവരുടെ പെർഫോമൻസ് എങ്കിൽ വേറൊരു വേജ് സിസ്റ്റം. അതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. There must be a compensation system that differentiate those who are able to accomplish the fair day's work number. Then comes economy. അവിടെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അറ്റ്മോസ്റ്റ് അറ്റൻഷൻ വാസ് ടു ബി ഗിവൺ ടു എക്കണോമി ആൻഡ് പ്രോഫിറ്റ്. എക്കണോമി ആൻഡ് പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി പ്രോസസ് ഷുഡ് ബി ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഷുഡ് ഈൽഡ് പ്രോഫിറ്റ്. ഏതൊരു ഇത് ഇതാക്കുന്ന സമയത്തും അവിടെ ഒരു പ്രോഫിറ്റ് എലമെൻറ്റ് മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ദിസ് ഈസ് പോസിബിൾ ബൈ അപ്ലൈയിങ് ദ ടെക്നിക്ക് ഓഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ ആദ്യമേ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തിയാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ പ്രോഫിറ്റ് എലമെൻറ്റും കൂടെ ഇട്ട് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അതുമാതിരി കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, അതായത് വേസ്റ്റേജസ് ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്, എക്കണോമി ക്യാൻ ബി അറ്റൈൻഡ്. അതായത് ഒരു എന്താ പറയുക അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഇസ് മെൻറ്റൽ റെവല്യൂഷൻ. മെൻറ്റൽ റെവല്യൂഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ടൈലർ ദ വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ് ഷുഡ് ഹാവ് എ കംപ്ലീറ്റ് ന്യൂ ഔട്ട്ലുക്ക്. അതായത് മെൻറ്റൽ റെവല്യൂഷൻ ഇൻ റെസ്പെക്ട് ടു ദിയർ മ്യൂച്വൽ റിലേഷൻസ്.
വർക്കേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് എംപ്ലോയീസ് ഷുഡിൻറ്റ് ട്രീറ്റ് വർക്കേഴ്സ് ആസ് മിയർ വേജ് ഏണേഴ്സ്, അങ്ങനെയായിട്ട് കാണരുത് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് അവിടെ എന്ത് വേണം എന്നാണ് പറയുന്നത്, ഒരു കോപ്പറേഷൻ വേണം ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇസ് പോസിബിൾ ഓൺലി ഇഫ് ദർ ഇസ് ക്ലോസ് കോപ്പറേഷൻ ബിറ്റ്വീൻ managers and workers. This requires a fundamental change in the mindset of both managers and വർക്കേഴ്സ്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കൂട്ടരുടെ മനസ്സിലും എന്ത് വേണം എന്നാണ് പറയുന്നത്, ഒരു റെവല്യൂഷൻ, ഒരു മെൻറ്റൽ റെവല്യൂഷൻ, മനസ്സിനെ ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മെൻറ്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ തിങ്കിങ് ബോത്ത് ഓൺ ദ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് workers. Success of implementation of scientific management depends on the mental revolution of management and workers, both as to their duty to cooperate in producing the largest possible surplus and to the necessity. Okay, so these are the techniques of scientific management.